മലയാളം നടിമാർ നേരിടേണ്ടി വരുന്ന ക്രൂരതകൾ ചൂണ്ടിക്കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടിൽ ഉള്ളത്. സ്ത്രീ സൗഹാർദ്ദമല്ലെന്ന് മാത്രമല്ല, ക്രിമിനലുകളാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നതെന്നും വിമർശനമുണ്ട്. സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ തങ്ങൾക്ക് ഭയമാണെന്ന് നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. അല്പവസ്ത്രം ധരിച്ചാൽ അവസരമെന്ന് പറയുന്നവരുണ്ട്. ഇറുകിയ വസ്ത്രം ധരിക്കാനും നിർബന്ധിക്കുന്നു. സ്ത്രീകളോട് പ്രാകൃത സമീപനമാണ്. അവസരം നൽകുന്നതിനായി ശരീരം ചോദിക്കുന്നവരാണ് സിനിമയിലെ ചിലരെന്നും മൊഴി. രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു, വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും. പലരും സഹിക്കുന്നത് ഒറ്റപ്പെടും എന്ന് പേടിച്ചിട്ടാണ്. വനിതാ നിർമ്മാതാക്കളോട് നടന്മാർ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്നു. നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പറയുന്നു റിപ്പോർട്ടിൽ. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നും കർശനമായി വിലക്കണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത്. വനിതകൾക്ക് സുരക്ഷിതമായ താമസമടക്കമുള്ള സൗകര്യങ്ങൾ സിനിമാ നിർമ്മാതാവ് നൽകണം. ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബാംഗങ്ങളെയും കൊണ്ടുവരേണ്ട സ്ഥിതിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണ്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണം. അതിന് സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും നിയമപരമായിരിക്കണമെന്നും ആ പരാതിയിൽ പരിഹാര സംവിധാനമെന്നും ഹേമ കമ്മിറ്റി 4.5 വർഷം മുൻപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കും. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. സിനിമയിലെ സ്ത്രീകൾ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ശുചിമുറികളില്ലാതെ കഷ്ടപ്പെടുന്ന പ്രശ്നത്തിൽ പ്രമുഖ നടന്റെ പിന്തിരിപ്പൻ നിലപാട് എടുത്തു പറഞ്ഞ ഹേമ കമ്മിറ്റി. ആർത്തവകാലത്ത് പോലും ശരിയായ ശുചിമുറി സൗകര്യമില്ലാതെ സ്ത്രീകൾ കഷ്ടപ്പെടുന്ന അവസ്ഥ മാറണമെന്ന് ഭൂരിഭാഗം പുരുഷന്മാരും അംഗീകരിച്ചപ്പോൾ ഒരു പ്രമുഖ നടൻ ഇത്രയും കാലം സിനിമയിലെ സ്ത്രീകൾ പരാതിയൊന്നുമില്ലാതെ സഹിച്ചാണ് ജീവിച്ചതെന്ന പ്രസ്താവനയാണ് നൽകിയത്. സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അക്കമിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ശുചിമുറികൾ, വസ്ത്രമാടാനുള്ള മുറികൾ എന്നിവ ലൊക്കേഷനുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കാത്തതാണ് അതിൽ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ചും ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ. ഔട്ട്ഡോറിൽ ഷൂട്ടുള്ള സമയത്ത് വലിയ മരത്തിന്റെ പുറകിലോ കുറ്റിക്കാടിന്റെ മറവിലോ പ്രാഥമിക കൃത്യത്തിനായി പോവേണ്ട അവസ്ഥയെക്കുറിച്ച് കമ്മീഷന് മുന്നിലെത്തിയ മിക്ക സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ തുണി ചുറ്റും മറച്ചുപിടിച്ച് വസ്ത്രം മാറിയ അനുഭവങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു. ആർത്തവകാലത്താണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ ലൊക്കേഷനിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. വെള്ളമില്ലാതെ അവസ്ഥയും സാനിറ്ററി പാഡുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത അവസ്ഥയും അക്കമിട്ട് നിരത്തുന്നു. ലൊക്കേഷനുകളിൽ മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ സ്ത്രീകൾ പലരും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മെച്ചപ്പെട്ട സൗകര്യമുള്ള ശുചിമുറിയിൽ പോകാൻ 10 മിനിറ്റ് സമയമെടുക്കുന്നതുകൊണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ടോയ്ലറ്റിൽ പോകാൻ അനുമതി നിഷേധിച്ചതായും കമ്മീഷന് മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം ചികിത്സ തേടി ആശുപത്രിയിൽ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ടായി. മൂത്രമൊഴിക്കാതിരിക്കുന്നതും വെള്ളം കുടിക്കാതിരിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യേണ്ടി വന്നത് മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്നും പല സ്ത്രീകളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിലെ സ്ത്രീകൾക്ക് മൂത്രനാളിയിലെ അണുബാധയും മറ്റും ആരോഗ്യ പ്രശ്നങ്ങളും സ്ഥിരമായി അനുഭവിക്കേണ്ടി വരാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടിമാർ മാത്രമല്ല, ഹെയർ സ്റ്റൈലിസ്റ്റുകളും അസിസ്റ്റന്റുമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ഇതിന്റെ ഇരകളാണ്. കാരവനുകൾ സ്ത്രീകൾക്കായി സൗകര്യം ചെയ്തു കൊടുക്കുന്നുവെന്ന് നിർമ്മാതാക്കൾ പറയാറുണ്ടെങ്കിലും പലപ്പോഴും നായികമാർക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കാറ്. മാത്രവുമല്ല, ഇത്രയധികം സ്ത്രീകൾക്ക് ഒരു കാരവാൻ ടോയ്ലറ്റ് എന്നത് പ്രായോഗികമല്ലെന്നും പറയുന്നു. ഇത് പരിഹരിക്കാനായി ഈ ടോയ്ലറ്റുകൾ നൽകണമെന്ന ആവശ്യം സ്ത്രീകൾ കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഒഴിവാക്കാനാവാത്ത സൗകര്യമായിരിക്കണം ഈ ടോയ്ലറ്റുകളെന്നും സ്ത്രീകൾ ആവശ്യപ്പെടുന്നു. ഈ മൗലിക അവകാശ നിഷേധം സെറ്റുകളിൽ നടക്കുന്നത് പുരുഷാധിപത്യ സ്വഭാവമുള്ളത് ആയതുകൊണ്ടും ഭൂരിപക്ഷം പേരും വരുന്ന പുരുഷന്മാർ ഈ പ്രശ്നം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടുമാണ്. അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് ഈ വിഷയം അറിയാമായിരുന്നു, പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടർന്നു. സിനിമയിലെ പുരുഷന്മാരിൽ പലരും ഈ അവസ്ഥ മാറണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചെങ്കിലും മുൻകാല സ്ത്രീകൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തും പരാതി പറയാതെയും കഴിഞ്ഞുവെന്ന രീതിയിൽ നിസ്സാരമാക്കി ചില പുരുഷന്മാർ സംസാരിച്ചുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏറെ ഞെട്ടലോടെയാണ് എല്ലാവരും ഈ റിപ്പോർട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.